എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫോട്ടോസെല്ലിൻ്റെ ഒരു കണക്ഷൻ, അതിൻ്റെ ടെസ്റ്റിംഗ്, കുറച്ച് പലതരം പ്രാക്ടീസുകൾ ചെയ്യാനായിട്ടാണ്. എന്തെല്ലാം ഇത് വെച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഷട്ടർ അല്ലെങ്കിൽ ഗേറ്റ് ബാരിയർ അങ്ങനെയുള്ള ഡിവൈസസ് ഒക്കെ നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. മീൻസ് എന്തെങ്കിലും വണ്ടി വരുമ്പോൾ എന്തെങ്കിലും നമ്മൾ ഹ്യൂമൻ ആയിക്കോട്ടെ പാസ് ചെയ്യുമ്പോൾ ഗേറ്റ് റിട്ടേൺ പോകാനും അപ്പോൾ പല യൂസിന് നമുക്ക് ഫോട്ടോ സെൻസർ ഉപയോഗിക്കാം. മെക്കാനിക്കൽ ഇൻഡസ്ട്രിയൽ പരമായിട്ടുള്ള ഡിവൈസസുകൾ 12 വോൾട്ട് മുതൽ 240 വോൾട്ട് വരെ AC ഓർ DC ഏത് വേണമെങ്കിലും ഇതിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വയറിംഗ് ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ന്യൂട്രൽ, ഫേസ്, പിന്നെ NO/NC കോണ്ടാക്ട്, ഇതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നത് ഇതിൻ്റെ കോമൺ, ഇത് NO/NC ആണ്. നമ്മൾ NO മാത്രമേ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ രണ്ട് സ്വിച്ചുകളുണ്ട്. ഒന്ന് ഇതിൻ്റെ റേഞ്ച് ഡിറ്റക്ഷൻ ആണ്, പിന്നെ ഒന്ന് വന്നിട്ട് ലൈറ്റ് ഡിറ്റക്ഷൻ, നൈറ്റ് ഡേ. അത് നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇരുട്ട് വരുന്ന സമയത്തുള്ള ആ ഒരു റേഞ്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും ഒന്ന് ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് റേഞ്ച് അഡ്ജസ്റ്റ്മെന്റ്. ഇതിനകത്തൊരു ഡിപ്പ് സ്വിച്ച് ഉണ്ട്. ഇതിൽ നമുക്ക് ഡേറ്റ ഷീറ്റ് നോക്കി അതിന് ടൈം അഡ്ജസ്റ്റ്മെന്റ്, എത്ര സമയത്തിൽ അത് തിരിച്ച് റീസെറ്റ് ആകണം എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതിൽ ഡിപ്പ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. അത് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഡേറ്റ ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഈ ഡിവൈസിനെ പറ്റിയുള്ള ഒരു ഇത്. നമുക്കിത് വെച്ചൊരു പ്രാക്ടിക്കൽ ചെയ്ത് നോക്കാം. ഓക്കെ, വയർ കൊടുത്തിട്ട് നമുക്ക് പ്രാക്ടിക്കൽ ചെയ്ത് നോക്കാം. അപ്പം വീഡിയോയിലേക്ക് പോവാം. നമുക്കിത് സപ്ലൈ കൊടുക്കാം. സപ്ലൈ കൊടുത്തിട്ട് ഇതിന്റെ ടെസ്റ്റിംഗ് ഒന്ന് നോക്കാം. ഈ ടൈപ്പ് ഒരു കേബിൾ ഇതിന്റെ കൂടെ വരും, ഇത് കണക്ട് ചെയ്യാനായിട്ട്. ഇതിന്റെ ഈ കേബിളിന്റെ എൻഡിലും സെയിം കളറാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്, സെയിം കളർ. ഓക്കെ, അപ്പം നമുക്കിത് കണക്ട് ചെയ്യാം. ഇത് ഡയറക്റ്റ് ആക്ച്വലി ഈ ഒരു ടൈപ്പിലാണ് വരുന്നത്. ഇത് എവിടെയും മൗണ്ട് ചെയ്തിട്ട് താഴെ കൂടെ കണക്ട് ചെയ്യും. ഇപ്പൊ എനിക്ക് ഇവിടെ ഇതിങ്ങനെ വെച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു ഡിസ്റ്റർബൻസ്. ഇപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഈ കേബിളൂടെ കണക്ട് ചെയ്യുമ്പോൾ വെക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഊരിയിട്ട് ഡയറക്റ്റ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഗ്രീൻ ഇൻഡിക്കേഷൻ, പവറിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ് ഇത്. ഇത് സപ്ലൈ ഉണ്ട് എന്നുള്ളൊരു കാണിക്കാനാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഡിറ്റക്ഷൻ ചെയ്യുന്നുണ്ടോ, ഇത് ഡിറ്റക്ഷൻ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ റിലേ ഒരു വട്ടം സ്റ്റാർട്ടായിട്ട് ഓഫ് ആകുന്നതിന് ഒരു 2-3 സെക്കൻഡ് കഴിയും. നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു സെയിം വയർ തന്നെയാണ് ഇതിന്റെ ഈ എൻഡ് കേബിളിലും കളർ, ഈ സെയിം കളർ തന്നെയാണ് ഈ എൻഡ് കേബിളിലും വരുന്നത്. ഈ വൈറ്റ്, ബ്ലാക്ക്, ബ്രൗണ്, ബ്ലൂ. ബ്രൗണും ബ്ലൂവും സപ്ലൈ, ഇത് റിലേ കോണ്ടാക്ട്, എന്നോ കോണ്ടാക്ട് ആണ്. അപ്പോൾ നമുക്ക് ഇത് സപ്ലൈ കൊടുത്ത് നോക്കാം. ഇതിൽ സപ്ലൈ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എന്നോ കോണ്ടാക്ട് വഴി ഇതിന്റെ കണക്ഷൻസ് നമുക്ക് ചെയ്യാം. ഇതാണ്, ഈ രണ്ടുപേരാണ് എന്നോ കോണ്ടാക്ട്. ഓക്കെ, ഇപ്പൊ ഞാനൊരു ഇൻഡിക്കേഷൻ ലാമ്പ് എടുത്തിട്ടുണ്ട്, വിത്ത് ബസറുള്ള ഇൻഡിക്കേഷൻ ലാമ്പാണ്. ഇതുവഴി നമുക്ക് ഇതിന്റെ ഒരു വർക്കിംഗ് ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ ജസ്റ്റ് കണ്ടിന്യൂറ്റി മാത്രമല്ലേ നോക്കിയുള്ളൂ, ജസ്റ്റ് ഒരു വയറിങ്ങിന്റെ ആ ഒരു വർക്കിംഗ് എങ്ങനെ നോക്കാം. ജസ്റ്റ് ഒരു ഡിവൈസ്, അലാം ഡിവൈസോ എന്തേലും. ഇപ്പൊ നമ്മൾ ഫേസിന് വേണ്ടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് ഡയറക്റ്റ്, ഇത് രണ്ട് കേബിൾ അല്ലേ, എന്നോ കോണ്ടാക്ട് ആണ് ഇത്. അപ്പോൾ ഇത് ഡയറക്റ്റ് ന്യൂട്രൽ ഇതിൽ കൊടുത്തിട്ട് ഇതിലൊരു ഫേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ എന്നോ കോണ്ടാക്ട് വഴി ഇവിടെ സപ്ലൈ എത്തും. അപ്പോൾ ഒരു ന്യൂട്രൽ നമ്മളിവിടെ ഡയറക്റ്റ് ഈ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇൻഡിക്കേഷൻ ലാമ്പിൽ വിത്ത് ബസറാണ്. ഈ ഫേസ് നമ്മൾ ഇതിൽ ഒരു ഫേസ് സപ്ലൈ ഡയറക്റ്റ് ലൂപ്പ് ചെയ്തിട്ട് അതിന്റെ റിട്ടേൺ ഈ ഒരു ഡിവൈസ് എന്ന് വരുന്ന റിട്ടേൺ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ എന്നോ കോണ്ടാക്ട്. ഓക്കെ, ന്യൂട്രല്, ഫേസ്, ഇതുവഴി ഈ വൈറ്റ്, ഈ ഒരു ഡിവൈസിന്റെ ഈ വൈറ്റ്, ബ്ലാക്ക് എന്നോ കോണ്ടാക്ട്, ഈ എന്നോ കോണ്ടാക്റ്റിൽ കൊടുത്ത ശേഷം അതിന്റെ റിട്ടേൺ നേരെ നമ്മൾ ബസറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം.
നമുക്ക് ആ ഒരു ലൈറ്റ് ഇത് കൂടുതലായിട്ട് ഇവിടെ അടിക്കുന്നുണ്ട്, അത് വർക്ക് ആവുന്നില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ആ ഒരു ലൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ വർക്ക് ആവാൻ തുടങ്ങി. ഓക്കെ, ഇപ്പോ ഇതിപ്പോ നോർമൽ ഗ്രീൻ ലൈറ്റ് ഇവിടെ കത്തുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കൈ അങ്ങോട്ട് പോകുമ്പോൾ അത് വർക്ക് ആവുന്നതാണ്. ഇവിടെ ഗ്രീൻ ലൈറ്റ് വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്തേലും വന്നു കഴിഞ്ഞാൽ ഒരു ഇതാ ഒരു കുറച്ച് ഒരു 2-3 സെക്കൻഡിലേക്ക് അത് വർക്ക് ആവും. നമുക്ക് അതിന്റെ ലൈറ്റ് ഒക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. രാത്രിയിലുള്ള ആ ഒരു ഡാർക്ക്നെസ് അതൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് മീറ്റർ അഡ്ജസ്റ്റ് ചെയ്യാം. എത്ര മീറ്റർ, 2.5 മീറ്റർ ഒക്കെ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ ഫങ്ഷൻ. അപ്പൊ ഇതിന്റെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇത് മോട്ടർ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു, എങ്ങനെ റിവേഴ്സ് വരുന്നു, എങ്ങനെ ഒരു ഷട്ടർ ഓട്ടോമാറ്റിക് ക്ലോസ് ആയിരിക്കുന്ന സമയത്ത് എങ്ങനെ അത് റിട്ടേൺ പോകുന്നു, ഇതെല്ലാം വെച്ച് ഇതൊക്കെ എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു ഒരു എന്താ പറയുന്നത്, ഒരു ശുഷ്കാന്തി വരത്തുള്ളൂ. ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒന്ന് ലൈക്ക് കൂടി അടിക്കാൻ ആർക്കും സമയമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റും തോന്നത്തില്ല. അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.